ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ഞങ്ങൾ വീടിനടുത്താണ് കേട്ടോ. നല്ല രസമാണ് രാത്രി കാലങ്ങളിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ. ഇരുട്ടും വെളിച്ചവും പുഴയും മരങ്ങളും പുഴയിൽ നിന്നെടുത്ത് കല്ലൊക്കെ വരച്ച് ചന്ദനമാക്കി നെറ്റിയിൽ തൊടുന്നതും നനഞ്ഞ് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി അമ്പലത്തിന് ചുറ്റും വെള്ളമായിരിക്കും കേട്ടോ. അതിലൂടെയൊക്കെ ചുറ്റി തൊഴുത് സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗത്തെയൊക്കെ തൊഴുത് തിരിച്ചു വരുന്നത്. അതിനിടയിലൊരു കാപ്പി കൂടി ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ കോഫിക്ക്. അതുപോലെ ചുക്കാപ്പിയാണ് ശർക്കര ഇട്ടിട്ട്. അതുപോലെ ആനയെ കാണാം. നല്ല രസമാണ്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഒരു 10 കൊല്ലം മുമ്പൊക്കെ ഇങ്ങനെ കുറേ ചാക്കിനകത്ത് മണ്ണിട്ടിട്ടുള്ള പാലമായിരുന്നു അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നു. അതിന് മുകളിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുമായിരുന്നു. ആദ്യം ഒരു സമയം ഞാൻ പോയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം സ്വപ്നത്തിലോ എപ്പോഴൊക്കെയോ കണ്ട ഒരു അത്രയും പരിചയമുള്ള ഒരു സ്ഥലം പോലെ എനിക്ക് തോന്നി ആദ്യം പോയപ്പോൾ. എനിക്കതൊരു ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു. കണ്ടോ എന്ത് രസമാണ് രാത്രിയിൽ. ഒരുപാട് ആൾക്കാരുണ്ട്, പേടിക്കാനൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ പുഴ അപ്പുറ സൈഡിലും ഇപ്പുറ സൈഡിലും കണ്ടോ എന്ത് രസമാണ്. വെള്ളം തിളങ്ങുന്ന കണ്ടോ. അവിടേക്ക് ഇറങ്ങി കാലൊക്കെ കഴുകി കുളിക്കേണ്ടവർക്ക് കുളിക്കാം. നല്ല ഭംഗിയാണ്. ദശകൻ യാഗം നടത്തിയ സ്ഥലമായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതൊരു യാഗശാല പോലെ തന്നെയാണ് കേട്ടോ. അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാവേ. മിക്കവാറും ആളുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ടാവില്ലേ. ശിവനും പാർവതിൻ്റെയൊക്കെ വിവാഹം കഴിഞ്ഞ് അവർ സന്തോഷത്തോടെ ജീവിക്കുന്ന സമയം. പക്ഷെ അവരെ അച്ഛൻ അത്ര ഇഷ്ടമല്ലല്ലോ. പാർവതീൻ്റെ അച്ഛനും ശിവനെ കല്യാണം കഴിച്ച് അത്ര ഇഷ്ടമായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ വലിയ മഹായാഗം നടക്കുന്നിടത്തേക്ക് ശിവനെയും പാർവതിനെയും ക്ഷണിച്ചില്ല. അച്ഛൻ എന്നെ വിളിക്കാണ്ട് യാഗം നടത്തുകയെന്ന് പറഞ്ഞപ്പം പാർവതിക്ക് ഭയങ്കര സങ്കടമായിട്ട്. എന്നിട്ട് ശിവനോട് പറഞ്ഞിട്ട് അച്ഛൻ്റെ യാഗത്തിന്, വിളിക്കാത്ത യാഗത്തിന് ഞാനും പങ്കെടുക്കാൻ പോവാന്ന് പറഞ്ഞു. ശിവൻ സമ്മതിച്ചില്ല. ശിവൻ പറഞ്ഞു, നീ അപമാനിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്, പോവണ്ടെന്ന് പറഞ്ഞിട്ടും എന്നൊക്കെ പാർവതി പറഞ്ഞു, ഇല്ല അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് സമ്മതമൊക്കെ വാങ്ങിയിട്ട് പോയതാണ്. പാർവതി അവിടെ ചെന്നപ്പോൾ ദശകൻ പാർവതിനെ അപമാനിച്ചു. അപ്പോൾ അത് സഹിക്കാൻ വയ്യാതെ അവിടെ തന്നെ ജീവനൊടുക്കി പാർവതി. ഇതറിഞ്ഞ ഭഗവാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. എന്നിട്ട് എന്താക്കി, താണ്ഡവ നൃത്തമൊക്കെ ചെയ്തു. കഥ ബാക്കി പറയാവേ നിൽക്കേ. ഇതാണ് ആ പുഴ. ഇവിടുത്തെ കല്ലൊരച്ചാൽ ചന്ദനം കിട്ടുന്ന പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ഈ പുഴ ഉണ്ടല്ലേ, ഈ പുഴൻ്റെ അങ്ങേയറ്റത്ത് വലിയൊരു പാലമൊക്കെ ഇപ്പോൾ പണിത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ താഴെ കാണുന്നുണ്ടാവും കുറച്ച് ചാക്കൊക്കെ ഇട്ടിട്ട്. അതായിരുന്നു പണ്ട്. ഇപ്പോൾ അവിടെ വലിയ പാലമൊക്കെ, ഇപ്പുറ സൈഡിലും പാലമുണ്ട്. ഞാനൊന്ന് ഇറങ്ങിയിട്ട് കല്ലെടുത്ത് ഉരച്ച് നോക്കട്ടെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ ആൽമരം ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഒരു ആലിൻ്റെ ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കല്ലൊക്കെ എടുത്ത് വെക്കുന്നൊക്കെ ഉണ്ട്. ഒരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി എല്ലാവരും പുറകെ പറയും, അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും നല്ല ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ചെയ്യും. അങ്ങനെ ഒരു കുഴപ്പം നമ്മുടെ സമൂഹത്തിനുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഇവിടെ ഒന്ന് ഇറങ്ങട്ടെ. എന്നിട്ട് കല്ലെടുത്ത് വരച്ച് നോക്കാം. എന്തുകൊണ്ടായിരിക്കും? ചന്ദനമായിരിക്കില്ല. എന്തായാലും 2 കല്ലുകൾ ഉരയ്ക്കുമ്പോൾ വരുന്ന ചന്ദനം പോലത്തുള്ള എന്തെങ്കിലും നിറമായിരിക്കാം. നമുക്കൊന്ന് ചെയ്യാം. പിന്നെ ഒന്നുമല്ലെങ്കിൽ ഇവിടുത്തെ കല്ല് എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടും ആവാം. പിന്നെ ചന്ദനത്തിൻ്റെ കളറ് വരുന്നതുകൊണ്ട് നമുക്ക് ചന്ദനം തന്നെ പറയാം. ഓരോരുത്തരുടെ വിശ്വാസമല്ലേ, അതവരെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ. ശരിയാട്ടോ. ചന്ദനം പോലെയൊരു സാധനം വന്നിട്ടുണ്ട് ഉരച്ച് കഴിഞ്ഞപ്പോൾ. കാണിച്ചു തരാം, എടുക്കട്ടെ. കണ്ടോ, കയ്യിലാക്കിയിട്ട് കാണിച്ചു തരാം. മൊബൈലും എല്ലാം ഒന്നിച്ച് പിടിക്കണ്ടേ രാത്രി. കണ്ടോ, ഇങ്ങനെ കിട്ടുക. അത് ഏത് കല്ല് വരച്ചാലും കിട്ടും. എൻ്റെ ബേബീസിന് ഇങ്ങനെ
മുകളിലൂടെ വിടുന്ന ഒരു പമ്പരം വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാൻ നിന്നാണ്. നമ്മളുടെ കഥ പറയാം. എന്നിട്ട് ശിവൻ താണ്ഡവ നൃത്തമൊക്കെ ചെയ്ത് ജടയെല്ലാം ജട പൊട്ടിച്ച് ഭൂമിയിലടിച്ച് ഭദ്രകാളിയും ഒരാളും കൂടിയുണ്ട്. ആ രണ്ടുപേരും ഭൂമിയിൽ അവതരിച്ച് പോയിട്ട് ദശകനെ വധിച്ചു, തല അറുത്ത് വധിച്ചു. അപ്പോൾ എന്താക്കി, ആ യാഗം പൂർത്തീകരിക്കണമെങ്കിൽ ദശകന് അത്യാവശ്യമാണ്. അപ്പോൾ എന്താക്കി, ജീവൻ കൊടുത്തേ പറ്റും. അങ്ങനെ എല്ലാവരും കൂടി ഭഗവാനെ കൂളാക്കിയിട്ട് എല്ലാം ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ലെവലിൽ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ എന്താക്കി, ആദ്യം ആരോ ഒരാളെ വിടുന്നുണ്ട്. ആദ്യം കാണുന്ന ജീവിയുടെ തല അറുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പോയി കണ്ട ജീവി എന്ന് പറയുന്ന ആടായിരുന്നു. ആ ആടിൻ്റെ തല അറുത്ത് ദശകൻ്റെ തലേൻ്റെ മുകളിൽ വെച്ചപ്പോൾ എന്താക്കി, ജീവൻ കിട്ടി. എന്നിട്ട് യാഗം പൂർത്തിയാക്കി എന്നാണ് പറയുന്നത്. ഇത് യാഗശാലയിലോട്ട് പോകുന്ന വഴിയാട്ടോ. താഴെ കൂടെ പോയാൽ വെള്ളത്തിൽ കൂടെ നമുക്ക് പോകാം. മുകളിൽ സ്റ്റെപ്പ് കയറി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളമില്ല. എനിക്ക് വെള്ളത്തിൽ കൂടെ പോകാനായിരുന്നു താല്പര്യം. ഇവന്മാർ വെള്ളത്തിൽ വീണാലോ എന്ന് പേടിച്ചിട്ട് വെയിലേ വന്ന എന്നിട്ട് അങ്ങനെ നടന്ന് പോകും. അവിടെ മെഡിക്കലൊക്കെ ഉണ്ട്. ഇവിടെ ഓരോരോ ഇവിടുത്തെ എല്ലാ കെട്ടിടവും നമ്മളുടെ പന കൊണ്ടും തെങ്ങിൻ്റെ ഓല കൊണ്ടൊക്കെ മെടഞ്ഞായിരിക്കും. ചുറ്റും യാഗശാലയ്ക്ക് ചുറ്റും ഉള്ളതും അത് കണ്ടില്ലേ, അവിടെ എല്ലാം ഓല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വീട് പോലെ ഉണ്ടാകും. തൻ്റെ ഭാര്യ ഭൂമിയിലില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, അല്ലെങ്കിൽ തനിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ എന്തുമാത്രം വേദനയുണ്ടായതല്ലേ ശിവന്. യഥാർത്ഥ പ്രണയം ശിവൻ്റെ പോലെ ആയിരിക്കണ്ടേ. ഭഗവാൻ കൃഷ്ണൻ സ്നേഹത്തിൻ്റെ പ്രതിരൂപം എന്ന് പറഞ്ഞാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്നേഹം ശിവഭഗവാന്റെയാണ്. കാരണം സ്വന്തം പതിക്ക് വേണ്ടി അവർക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റി വെച്ച് അവർ മരണപ്പെട്ടിട്ടും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവർ വീണ്ടും ജനിച്ചു വന്ന് സതീദേവി ഞാൻ പാർവതിയാണ് എന്ന് തെളിയിച്ചപ്പോൾ മാത്രം അവർ സ്വീകരിച്ച്. എന്തൊരു രസമുള്ള പ്രണയമാണ് ശിവന് പാർവതി. തൻ്റെ ടിൻ ഫ്ലെയിം, ശരിക്കും അവരാണ് ടിൻ ഫ്ലെയിം അല്ലേ, യഥാർത്ഥ പ്രണയം. ഭഗവാൻ കൃഷ്ണന് ഒരുപാട് പേരോട് പ്രണയം ഉണ്ടെങ്കിലും അതൊക്കെ ഓരോരോ തത്വങ്ങളാണെന്ന് പറയുന്നുണ്ട്. കൃഷ്ണനും രാധയും അവരും ടിൻ ഫ്ലെയിം തന്നെ. പക്ഷെ എനിക്കിഷ്ടം ഭഗവാൻ ശിവൻ്റെ പ്രണയത്തോടാണ്. എന്തൊരു ഗ്രേറ്റാ. ഇത് കണ്ടോ ആളുകളെ, തൊഴാൻ നിൽക്കുന്നവരാ അങ്ങ് ചുറ്റി വരണം. എന്നിട്ട് അവിടെ പോയിട്ട് തൊഴണം. ഈ സ്റ്റെപ്പിലൂടെ കയറിയിട്ട് മുകളിലൂടെ പോകാട്ടോ. ഭയങ്കര തിരക്കാണ്, താഴോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ലാത്ത പോലെ ആൾക്കാരാണ്. ഇതിലേ പോയി കണ്ടോ, താഴെ കണ്ടോ യാഗശാല, അതിലേ പോയി ഇതിൻ്റെ ഇടയിൽ കൂടെ കാണാം കേട്ടോ. യാഗശാലയ്ക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങളാണിത്. എല്ലാം നാച്ചുറലായിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത്. എന്തൊരു ഭംഗിയറിയോ. പകൽ വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു ഭംഗിയാട്ടോ. ആകാശമൊക്കെ കാണാനൊക്കെ എന്ത് രസമാണെന്നറിയാം കാണാൻ. ഇതേ രണ്ടാൾ പോകുന്നു, പാവം നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ആനേനെ കണ്ടു എന്ന് പറഞ്ഞാൽ തെറ്റല്ല അല്ലേ. ആനയെ കണ്ടു. ആനയ്ക്ക് ഇങ്ങനെ ആടിക്കളിക്കുമായിരുന്നു കേട്ടോ, മുന്നോട്ടും പുറകോട്ടും. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് അതിങ്ങോട്ട് വരാനുള്ള പ്ലാനാണ്, അപ്പോൾ ഓടണേ എന്നൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ എനിക്കൊരു പേടി തോന്നി, എന്നാലും എന്തൊരു ക്യൂട്ടാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും കേട്ടോ. ഇങ്ങനെ ആനയൊക്കെ കാട്ടിലടിച്ച് പൊളിച്ച് നടക്കുന്ന ആൾക്കാരെല്ലാം പിടിച്ചുകൊണ്ട് വന്നിട്ട്. ശരിക്കും ഭഗവാൻ ഇതൊക്കെ എൻജോയ് ചെയ്യുമോ? ഒരിക്കലുമില്ല അല്ലേ. അല്ലെങ്കിൽ അവരായിട്ട് വന്ന് കാട്ടിൽ നിന്ന് വന്ന് തൊഴുതിട്ട് പോകണം. ഇത് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് അവിടെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദൈവത്തെ കൊണ്ട് കാണിച്ച് തൊഴിയിച്ച്, ശരിക്കും ഒരു പീഡനം തന്നെയല്ലേ. മെരുക്കിയെടുക്കലും അവരെ അതേപോലെ ചെയ്യിപ്പിക്കലും. അവർക്ക് അവരുടെ ശക്തി അറിയില്ല അല്ലേ. കണ്ടോ, ആ വെള്ളത്തിലൂടെയാണ് ഇറങ്ങിയിട്ട് തൊഴേണ്ടത്. ചുറ്റും നടന്ന് തൊഴണം. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. കണ്ടോ, അവിടെ ഇറങ്ങി ചുറ്റും വെള്ളം,
മുട്ടോളം വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ തൊഴുത് മുമ്പിൽ പോയി സ്വയംഭൂവായിട്ടുള്ള കാണാൻ കുഞ്ഞാണ്, ഉള്ളിൽ കയറി കണ്ടാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇതാണ് കൊട്ടിയൂരമ്പലം. അക്കരെ കൊട്ടിയൂരുണ്ട്, ഇക്കരെ കൊട്ടിയൂരുണ്ട്. ഇതാണ് അക്കരെ കൊട്ടിയൂർ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല കമ്മൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് ചന്തയിൽ പോകാൻ വന്നതാണ്. ചന്തയിലോട്ട് പോവാണ്. കാട്ടിലൂടെ തന്നെ ഇറങ്ങിയിട്ട് വേണം പോവാൻ. ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിൽ നടക്കാൻ. ചെളിയുണ്ട്, കല്ലുണ്ട്. അതിരാവിലെ വരുന്നവർക്ക് നല്ല കോഫി കിട്ടും കേട്ടോ. തണുത്ത് വിറച്ചിട്ട് ഇങ്ങനെ കോഫി കുടിക്കണം, നല്ല രസമാണ്. ഇതിലേ നടന്നു പോകണം. പോകുന്ന വഴിയെല്ലാം എന്ത് രസമാണെന്നറിയോ കാണാൻ. ചുറ്റും കാടാണ്. ഇനി ഒരു സുത്തം കാണിച്ചു തരാവേ. ഇവിടെ ആളുകൾ കുളിക്കുന്ന സ്ഥലമാണ്. എൻ്റെ മോൻ അവിടെ ഇറങ്ങി കുളിക്കണം എന്ന് പറയുന്നുണ്ട്, സമ്മതിച്ചില്ല. കൊട്ടിയൂരുത്സവം ആകുമ്പോഴത്തേക്കും മുളേരി കിട്ടും കേട്ടോ അവിടെ കുറേ. അതുപോലെ ദശകൻ്റെ താടി, താടി മീൻസ് ഓടേൻ്റെ ഓടയില്ല, കുഞ്ഞോട. അത് തല്ലി ചീവി എടുത്തിട്ട് താടി പോലെ, അപ്പൂപ്പൻ്റെ താടി പോലെ ഇങ്ങനെ ചീവി എടുത്ത് മറിച്ചിട്ട് അത് കെട്ടിയിട്ട് ഇങ്ങനെ തൂക്കിയിടും. വീടിൻ്റെ മുമ്പിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഐശ്വര്യമാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ നാട്ടിലുള്ള എല്ലാവരുടെ വീടിൻ്റെ മുമ്പിലും അതുണ്ടാകും. അപ്പം അങ്ങനെയുള്ള കുറേ കടകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതൊരു പാലം കടന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ കടകൾ കുറേ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ഓടപ്പൂവ്, കണ്ടില്ലേ? പിന്നെ ഒരുപാട് കടകളുണ്ട്, പലഹാരങ്ങളൊക്കെ വെക്കുന്നവിടെയുണ്ട്. ഇതാണ് ദശകൻ്റെ താടി കിടക്കുന്നുണ്ടല്ലേ. അങ്ങനത്തെ ഒരുപാട് കടകളുണ്ടാകും. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇവിടെ നിന്നാണ് എൻ്റെ കൺട്രോൾ പോയത്. കണ്ട ഈ മിക്സ് കണ്ടില്ലേ, കുറേ പലഹാരങ്ങളൊക്കെ മിക്സ് ആക്കിയിട്ട് വെച്ചേക്കുന്നത് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഷുഗർ ഓർത്തിട്ട് അനങ്ങാണ്ട് പോകുന്നു. ഇവിടെ എന്തൊക്കെയോ വറുത്തൊക്കെ ഉണ്ട്, എല്ലാം തിന്നാൻ കൊതിക്കുന്നുണ്ട്. ഷുഗർ ഓർത്തിട്ട് അനങ്ങാണ്ട് ഇന്ന്.